ചെലവിന് തരാൻ വേണ്ടിയിട്ടല്ല ഞാനിവിടെ കല്യാണം കഴിച്ചത്. എനിക്ക് വെച്ചു വിളമ്പി തരാനും എന്റെ കുട്ടികളെ നോക്കാനുമാ. ഭാര്യയെ ഇത്രയും സ്നേഹിച്ചൊരു ഭർത്താവിനെ കിട്ടാൻ പുണ്യം ചെയ്യണം. ഹായ്, വെൽക്കം ബാക്ക്. നമ്മുടെ പ്ലേലിസ്റ്റിൽ ഒരുപാട് നാളായിട്ട് പുതിയ എപ്പിസോഡൊന്നും വരാത്ത ഒരു കാറ്റഗറിയാണ് ഇന്നത്തെ സിനിമ. സോ കേരളത്തിലെ മാതൃകാ ദമ്പതികളെ കണ്ടിട്ട് വരാം. നമ്മുടെ നായകനാണ് സുന്ദരേശൻ. ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലാത്ത സുന്ദരേശന് ഒരൊറ്റ ചിന്തയുള്ളൂ, നമുക്ക് നമ്മുടെ നാടും വീടും നമ്മുടെ റേഷൻ കടയും, നമ്മുടെ നാടും ആ വീടും റേഷൻ കടയും പഴയ സൈക്കിളും, നമുക്ക് നമ്മുടെ നാടും റേഷൻ കടയും, നമുക്ക് നമ്മുടെ നാടും വീടും നമ്മുടെ റേഷൻ കടയും പഴയ സൈക്കിളും. പക്ഷെ രാധാമണി അങ്ങനെയല്ല. പഠിക്കണം, ജോലി വാങ്ങണം എന്നൊക്കെ വ്യക്തമായ പ്ലാനുള്ള ഒരു നാട്ടുമ്പുറത്തുകാരി. വളരെ ആംബിഷ്യസ് ആയ ഒരാളെയും ഒന്നിനോടും താല്പര്യമില്ലാത്ത ഒരാളെയും ജീവിതത്തിൽ ഒന്നിപ്പിക്കാൻ ഒരേ ഒരു കാര്യത്തിന് സാധിക്കൂ: ജാതകം. എന്റെ ചൊവ്വാദോഷം കണ്ടാണ് രാധാമണിയെ പോലെ വിദ്യാഭ്യാസവും സൗന്ദര്യമുള്ള ഒരുത്തിയെ നിനക്ക് ഭാര്യയായി കിട്ടിയത്. ജാതകത്തിലെ മാത്രം പൊരുത്തം കാരണം ജീവിതത്തിൽ പരസ്പരം പൊരുത്തപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന വ്യത്യസ്ത ചിന്താഗതിക്കാരുടെ റെപ്രസെന്റേഷനാണ് ഗുഹാമനുഷ്യരെ പോലെ ചിന്തിക്കുന്ന സുന്ദരേശൻ വിശ്വസിക്കുന്നത് കല്യാണം കഴിക്കുന്നത് തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. ചെലവിന് തരാൻ വേണ്ടിയിട്ടല്ല ഞാനിവിടെ കല്യാണം കഴിച്ചത്. എനിക്ക് വെച്ചു വിളമ്പി തരാനും എന്റെ കുട്ടികളെ നോക്കാനുമാ. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ സിനിമയിൽ കേട്ട ഇതേ ഡയലോഗ് ഈ 2025 പല റീൽസ് ഓളികളും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. കാളവണ്ടി ഓടിക്കൊണ്ടിരുന്ന ആ കാലഘട്ടത്തിലെ ചിന്താഗതിയാണ് 5G ഇന്റർനെറ്റ് യൂസ് ചെയ്ത് ഈ കാലഘട്ടത്തിലും പ്രചരിപ്പിക്കുന്നത്. ദാറ്റ്സ് ഹൗ ബ്ലഡി സ്ലോ അവർ സൊസൈറ്റി ഈസ് ഇവോൾവിംഗ്. ഇങ്ങനെ റിഗ്രസീവായ സുന്ദരേശന് കണിയാന്റെ കവടി കാരണം കിട്ടിയ ലൈഫ് പാർട്ണറാണ് രാധാമണി. അവൾക്ക് ലൈഫിനെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ലൈഫ് ലിഫ്റ്റ് അടിച്ച് മാത്രം ജീവിക്കാൻ സ്വന്തമായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കണമെന്ന് വിശ്വസിക്കുന്നുണ്ട്. കുഞ്ഞിക്കാല് കാർഡൊന്നും അവളടുത്ത് വർക്കാവില്ല. എന്നൊരു സ്ഥിര വരുമാനം ഉണ്ടാവുന്നോ അത് കഴിഞ്ഞിട്ടാവാം കുട്ടിയും ചട്ടിയൊക്കെ. ചേച്ചിയേ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, എനിക്കൊന്നും അറിയില്ല. ഇവരുടെ കഥ നടക്കുന്ന ഒരു ആവറേജ് മലയാളി ഫാമിലിയിലാണ്. ദാറ്റ് മീൻസ് പേഴ്സണൽ സ്പേസ് ആൻഡ് പ്രൈവസി ഈസ് എ ജോക്ക്. ഈ വീട്ടിൽ ഇന്ത്യക്ക് എന്നാ സ്വാതന്ത്ര്യം കിട്ടുക? ഈ 360 ഡിഗ്രി PTC ക്യാമറ സർവൈലൻസ് ഉള്ള വീട്ടിൽ ആരും അറിയാതെ ഒരു വൃത്തികെട്ട സാധനം അവർക്ക് രണ്ടുപേർക്ക് മാത്രം എൻജോയ് ചെയ്യാൻ വേണ്ടി സുന്ദരേശൻ ആ വീട്ടിൽ കൊണ്ടുവരും. അമ്മ കാണണ്ട. എന്താ ഫാമിലിയും കുടുംബവും ഒക്കെ താമസിക്കുന്നിടത്ത്. ആൻഡ് ദാറ്റ് വൃത്തികെട്ട സാധനം ഈസ് എ ഡോൾ. ഈ ബിൽഡപ്പ് ഒക്കെ കണ്ടാൽ തോന്നും വേറെന്തോ സാധനമാണെന്ന്. കളയല്ലേ, ഇതെന്തെങ്കിലും ആവശ്യം വരൂലേ? ഞാനില്ലാത്ത സമയത്ത് എനിക്ക് വേണ്ടി ഇതായത് ഇങ്ങനെ. He must do it now. Messi must. No, it's got away. It's got away. എന്റെ ഭാര്യയിട്ട് ഒളിച്ചോടിയാലോ? ഇങ്ങനെ കല്യാണം കഴിഞ്ഞ മക്കളുടെ പ്രൈവസിയിലേക്ക് ഇടിച്ചു കയറുന്ന പാരന്റ്സിന്റെ കയ്യിൽ എപ്പോഴും ഒരു ട്രംപ് കാർഡ് ഉണ്ടാവും. ഈ ടോക്സിസിറ്റി സ്നേഹമാണെന്ന് വിശ്വസിക്കുന്ന ആ ഫാമിലിയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ കൂടി ഉണ്ട്: ചേട്ടത്തി. ഇതിനാണെങ്കിൽ 950 രൂപയാണെന്നാ ശശിയേട്ടൻ പറഞ്ഞ. വാങ്ങുന്ന ഷെഡിയുടെ ബ്രാൻഡ് ഒരു അഭിമാനത്തോടെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടുന്ന അറ്റൻഷൻ സീക്കിംഗ് സൈക്കോളുടെ റെട്രോ വെർഷനാണ് പുള്ളിക്കാരി. ഒരു 2000 മതിപ്പുണ്ടല്ലേ അമ്മേ. കേട്ടോ രാധാമണി, സാരി ഒന്നും വാങ്ങണ്ടെന്ന് പറഞ്ഞാലും ഈ ശശിയേട്ടൻ കേക്കില്ല. മെറ്റീരിയലിസ്റ്റിക് തിങ്സ് ഒന്നും അച്ചീവ്മെന്റ്സ് എല്ലാം തിരിച്ചറിവില്ലാത്ത ചേച്ചിക്ക് മറ്റുള്ളവരുടെ വാലിഡേഷൻ വേണം ടു ബി ഹാപ്പി. പുതിയ വണ്ടിയും പുതിയ സാരിയും നാത്തുമാരൊക്കെ ഒന്ന് ഞെട്ടണം. ഇത്രയും പ്രതികൂല സാഹചര്യങ്ങൾക്കും സ്ട്രോങ് ഡിഫൻസിനും ഇടയിലൂടെ ഒരു ഗോൾ അടിക്കാൻ ഡെസ്പറേറ്റ് ആയി കഷ്ടപ്പെടുന്ന സുന്ദരേശന്റെ കണക്കൂട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് രാധാമണിക്ക് ഗവൺമെന്റ് ജോബ് കിട്ടും. ഗവൺമെന്റ് ജോബിന് നമ്മുടെ നാട്ടുകാർ മനസ്സിലാക്കാത്ത ഒരു പ്രത്യേകതയുണ്ട്: ഇറ്റ്സ് എ ജോബ്. ബസ്സിൽ കല്ലെറിഞ്ഞ തഴമ്പ് മാത്രം യോഗ്യതയായിട്ടുള്ള ഒരു വിദ്യാസമ്പന്നരെ കൺട്രോൾ ചെയ്യുന്ന സ്ഥാപനത്തിലാണ് രാധാമണിക്ക് ജോലി കിട്ടിയത്. ഭാര്യയ്ക്ക് കഷ്ടപ്പെട്ട് പഠിച്ചൊരു ജോലി കിട്ടുമ്പോൾ ഏതൊരു ദമ്പതികളും ചെയ്യുന്ന പോലെ ഭർത്താവ് അപ്പോയിന്റ്മെന്റ് ലെറ്റർ എടുത്ത് കത്തിച്ചു കളയാൻ നോക്കും. ഭാര്യയെ ഇത്രയും സ്നേഹിച്ചൊരു ഭർത്താവിനെ കിട്ടാൻ പുണ്യം ചെയ്യണം. ഭർത്താവ് ഒരു കഴിവ് കൂടിയവനാണെന്ന് തിരിച്ചറിവുള്ള ഭാര്യ അപ്പോയിന്റ്മെന്റ് ലെറ്റർ നേരത്തെ എടുത്ത് മാറ്റിവെക്കും. അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആണോ നോക്കണേ? അത് ഞാൻ എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഭാര്യയെ ജോലിക്ക് വിടാതിരിക്കാൻ സുന്ദരേശന് ശാരീരികമായും മാനസികമായും 2 കാരണങ്ങളുണ്ട്. നീ അങ്ങ് തിരുവനന്തപുരത്തും ഞാൻ ഈ ചേലക്കെട്ട് താമസിക്കാനാണെങ്കിൽ പിന്നെ നിന്നെ കല്യാണം കഴിക്കേണ്ട കാര്യമില്ലല്ലോ. ഗോൾ അടിക്കാൻ നോക്കുമ്പോൾ ഗോൾ പോസ്റ്റിന് സ്ഥലം മാറ്റം കിട്ടുന്നത്, പിന്നെ അഭിമാനം. ഭാര്യയുടെ വരുമാനം കൊണ്ട് ജീവിക്കാൻ എന്നെ കിട്ടില്ല. ഉള്ള ജോലിക്ക് നീ മര്യാദയ്ക്ക് പോകത്തുമില്ല, കിട്ടിയതിനോട്ട് വിടത്തുമില്ലെന്ന് വെച്ചാ. എക്കോണമിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാതെ പോപ്പുലേഷനിൽ മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സ്റ്റുപ്പിഡിറ്റി ആണെന്ന് തിരിച്ചറിവുള്ള രാധാമണി ജോലിക്ക് പോകാൻ തന്നെ തീരുമാനിക്കും. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് സമ്പാദിച്ച ജോലിയാ, അത് വേണ്ടെന്ന് വെക്കാൻ ഞാൻ തയ്യാറല്ല. ഇതാണ് സ്ത്രീ ശാക്തീകരണം. ഇതല്ല. There are 4 levels of controlling people. അതിൽ കമാൻഡിങ് വർക്കൗട്ട് ആവാത്തതുകൊണ്ട് സുന്ദരേശൻ മൂവ്സ് ടു നെക്സ്റ്റ് സ്റ്റെപ്പ്, വിച്ച് ഈസ് കൺവിൻസിങ്. നമുക്ക് നമ്മുടെ റേഷൻ കട മതി. ഇനി കടയിൽ പോവാൻ ഒരു മടിയും കാണിക്കില്ല. നമുക്ക് നമ്മുടെ നാടും വീടും നമ്മുടെ റേഷൻ, നമുക്ക് നമ്മുടെ നാടും വീടും നമ്മുടെ റേഷൻ കടയും, നമ്മുടെ നാടും ആ വീടും റേഷൻ കടയും പഴയ സൈക്കിളും. നാടും വീടൊക്കെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ സുന്ദരേട്ടനെ ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോകും.
എങ്ങനെ ഇവിടുന്ന് പുറത്തിയടിക്കുക? ആൻഡ് ഹി സ്റ്റാർട്ട്സ് മാനിപ്പുലേഷൻ. ഇതാണ് ഞാൻ പറഞ്ഞത്, നിനക്ക് പട്ടണം ശരിയാവില്ലെന്ന്. പരിചയമില്ലാത്ത സ്ഥലമാണ്, സൂക്ഷിക്കണം. ഇവിടെ വീടിട്ടൊന്നും എനിക്ക് തോന്നണില്ല. അയാൾ പറഞ്ഞ വീട്ടിൽ താമസിക്കണം എന്നെ കിട്ടില്ല. ദിവസം ഇത്രയും പടി കയറാന്നൊക്കെ പറഞ്ഞാ ഇത്രയും വാടക കുറച്ചൊരു വീട് കിട്ടണമെങ്കിലേ എന്തോ ഒരു കുഴപ്പമുണ്ട്. ഞാൻ എപ്പോഴും പറയാറില്ലേ, പട്ടണം ശരിയല്ല, പട്ടണം ശരിയല്ല എന്ന്. ബൈ ദ വേ, നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സുന്ദരേഷൻ ഇതെല്ലാം ചെയ്യുന്നത് ഭാര്യയോടുള്ള സ്നേഹം കൊണ്ടാണ്. സ്നേഹം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പ്രയാസമാണ്. അതാണ് സ്നേഹത്തിന്റെ പ്രത്യേകത. അതെന്ത് തേങ്ങയാണെങ്കിലും ഇതല്ല. അത് അവളോടുള്ള സ്നേഹം കൊണ്ട് മാത്രം. ടോക്സിസിറ്റി സ്നേഹമാണെന്ന് കണ്ടു വളർന്ന മകൻ അതേ ടോക്സിസിറ്റി ഭാര്യയോടും കാണിക്കും ഇൻ ദ നെയിം ഓഫ് ലവ്. ആദ്യമായി കുറച്ച് പ്രൈവസി കിട്ടിയപ്പോൾ രാധാമണി ലക്ഷ്യങ്ങളൊക്കെ മറന്നു. ഇറ്റ്സ് ടൈം ഫോർ എ ഡുവറ്റ് സോങ്. കണ്ണനായാൽ രാധ വേണം, രാമനായാൽ സീത വേണം. ഒരു ലോങ് ടേം സ്ട്രോങ് റിലേഷൻഷിപ്പിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന കപ്പിൾസ് ആണോ ഇവർ? കല്യാണം കഴിഞ്ഞിട്ടുള്ള ഡ്യുവറ്റ് സോങ്ങിൽ പ്രഗ്നന്റ് ആവാത്ത നായികയെ കാണിച്ചു തന്ന ലൈഫ് ടൈം സെറ്റിൽമെന്റ് ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ ഒരു ഫ്ലോയിൽ ചുമ്മാ അങ്ങ് പറയുന്ന. ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിനൊടുവിൽ ഫാമിലി വ്ളോഗേഴ്സിന് ഒരു വർഷത്തെ കണ്ടന്റ് കൊടുക്കുന്ന സംഭവം സുന്ദരനും കിട്ടി. സ്ഥിര വരുമാനവും സോഷ്യൽ സ്റ്റാറ്റസും ആയി കഴിയുമ്പോൾ രാധാമണി ബിക്കംസ് റൂഡ്. വേറെ പണിയൊന്നും ഇല്ലല്ലോ. എന്താ സുന്ദരേട്ടാ ഇത്? ഇതൊന്നും വിരിച്ചില്ലേ? രാവിലെ കഴുകി വെച്ച തുണികളാ. മല മറക്കണ പണിയല്ലായിരുന്നു പകല് മുഴുവൻ. വെറുതെ ഉണ്ടുറങ്ങി ഇവിടെ ഇരുന്നു. വേലയും കൂലിയില്ലാതെ നീ ഉണ്ടാക്കണ കാശ് തിന്നു മുടിക്കാനുള്ള നിപ്പ. അവര് പറഞ്ഞില്ല എത്ര തെറ്റ്. കാര്യം സുന്ദരേഷൻ ഒരു വിവരമില്ലാത്ത പന്നനാണെങ്കിലും സ്ട്രഗ്ലിംഗ് ടൈമിൽ കൂടെ ഇല്ലാത്തവർ സക്സസിൽ ഒട്ടാൻ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വ്യക്തമായി അറിയാം. ഇമോഷണൽ മാനിപ്പുലേഷൻസ് ഒന്നും വർക്കൗട്ട് ആവാത്തതുകൊണ്ട് സുന്ദരേഷൻ ലാസ്റ്റ് സ്റ്റെപ്പ് എടുക്കും, മെന്റൽ ബ്രേക്ക് ഡൗൺ. ജോലി അവൾ സ്വയം രാജിവെച്ച് പോകാൻ വേണ്ടി ആദ്യം കൈക്കൂലി കേസിൽ പെടുത്താൻ നോക്കും. ബില്ല് ശരിയാക്കി തരാന്ന് പറഞ്ഞ് കാശിന് മേടിച്ചിട്ട് ഇപ്പൊ അറിയില്ല. ഭാര്യയെ ഇത്രയും സ്നേഹിച്ചൊരു ഭർത്താവിനെ കിട്ടാൻ പുണ്യം ചെയ്യണം. അത് കഴിഞ്ഞ് അവൾ കൈക്കൂലിക്കാരിയാണെന്ന് ക്യാഷ് കൊടുത്ത് പോസ്റ്റർ ഒട്ടിപ്പിക്കും. കൈക്കൂലിക്കാരി രാധാമണിയെ പിരിച്ചുവിടുക. ഒറ്റ തെറ്റവൻ ചെയ്തിട്ടുള്ളൂ, നിങ്ങളുടെ മകളെ ഒരുപാട് സ്നേഹിച്ചു പോയി. ഓഫീസിൽ ഒരു ഇമ്പോർട്ടന്റ് ഫയൽ ആരും അറിയാതെ ആളെ വിട്ട് അടിച്ചു മാറ്റിച്ച് അവളെ പണി കളയാൻ നോക്കും. തന്റെ എക്സ്പ്ലനേഷൻസ് ഒന്നും എനിക്ക് കേൾക്കണ്ട. താൻ ഈ ഓഫീസിൽ കാര്യമെടുത്ത് വെച്ച് അന്ന് തുടങ്ങിയതാ മനസ്സമാധാനക്കേട്. 7 ജന്മം ജനിച്ചാലും അവനെപ്പോലൊരു ഭർത്താവിനെ നിനക്ക് കിട്ടില്ല. ഭർത്താവിന്റെ സ്നേഹം സഹിക്കാൻ വയ്യാതെ രാധാമണി ബാലാമണിയാകും. എന്നെ ആരോ സഹായിക്കാൻ എന്റെ ഈശ്വര, എനിക്ക് സഹിക്കാൻ പറ്റണില്ല. അവന്റെ സ്നേഹം അനുഭവിക്കാൻ നിനക്ക് യോഗമില്ല. ഇങ്ങനെ സ്നേഹിക്കല്ലേ, ഇങ്ങനെ സ്നേഹിച്ച അവൾ ചത്തുകളയും. ഇതെല്ലാം സ്നേഹത്തിന് വേണ്ടിയാണെന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു സമാധാനം. ആരാ സുന്ദരേട്ടാ? എനിക്കിവിടെ ശത്രുക്കള്. തൂക്കിയല്ലോ നാഥ. അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടുന്നത് മുതൽ സൂയിസൈഡ് അറ്റംപ്റ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത് അവന്റെ സെൽഫിഷ് നീഡ്സിന് വേണ്ടി മാത്രമാണ്. ആൻഡ് ദേ ലേബൽ ദം ആസ് മാതൃകാ ദമ്പതികൾ. പണിക്കൊന്നും പോകാതെ വീട്ടിൽ വെറുതെ കിടന്ന പട്ടിണി കിടന്ന് ചാവുമെന്ന് മനസ്സിലായ സുന്ദരേഷൻ ഒരു സർക്കാർ ജോലി വാങ്ങാൻ തീരുമാനിക്കും. പാർട്ടി മെമ്പർഷിപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഉടായ്പൊന്നും നടക്കില്ലെന്ന് മനസ്സിലായ സുന്ദരേഷൻ കഷ്ടപ്പെട്ട് പഠിച്ച ഒരു ജോലി വാങ്ങും. പഠിച്ച് അധ്വാനിച്ച് വാങ്ങിയ ജോലി നിസ്സാരമല്ല. ഹി ഈസ് പ്രൗഡ്. ഇത് തന്നെയല്ലടാ പന്നെ അവൾ ആദ്യം പറഞ്ഞത്. അഭിമാനവും പാരമ്പര്യവും ഒന്നും അല്ല ഇവിടെ പ്രശ്നം. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് സമ്പാദിച്ച ജോലിയാ. അത് വേണ്ടെന്ന് വെക്കാൻ ഞാൻ തയ്യാറല്ല. അൺലൈക്ക് അതർ ടോക്സിക് മൂവീസ്, ഈ ക്യാരക്ടർ എന്താണ് പ്രശ്നമെന്ന് റൈറ്റർക്ക് ഓൾറെഡി അറിയാം. സുന്ദരേഷൻ ചെയ്തു കൂട്ടിയതൊക്കെ ഒരുപാട് കോംപ്ലക്സുകൾ ഉള്ള ഒരു ഭർത്താവിന്റെ അതിബുദ്ധിയാ. ക്ലൈമാക്സ് ആയപ്പോ കൂടെയുള്ള എല്ലാവരും കാലു മാറി. സുന്ദരേഷൻ ചെയ്തു കൂട്ടിയതൊക്കെ ഒരുപാട് കോംപ്ലക്സുകൾ ഉള്ള ഒരു ഭർത്താവിന്റെ അതിബുദ്ധിയാ. നീ തോറ്റു പോവാണ് രാധേ. സ്നേഹം കൊണ്ട് സുന്ദരേഷൻ ഇപ്പോഴും നിന്നെ തോൽപ്പിക്കുകയാണ്. സുന്ദരേഷൻ ഈ ചെയ്തതെല്ലാം സ്നേഹം കൊണ്ടാണെന്ന് ഓരോ ക്യാരക്ടേഴ്സിനെയും ക്യൂ നിർത്തി കൊണ്ടുവന്ന് വൈറ്റ് വാഷ് അടിപ്പിക്കുകയാണ്. ബിക്കോസ് ഹി ഈസ് ദ ഹീറോ. അവന് വേണ്ടി തെറ്റ് മുഴുവൻ ചെയ്തത് ഞാനാണ്. എനിക്ക് രാധമേ കൊണ്ട് തിരിച്ചു പോണം. എങ്കിലും ഒത്തിരി സന്തോഷിക്കാൻ ഇത്തിരി സങ്കടം. തെറ്റ് ചെയ്താൽ മാത്രമല്ല ആളെ വിട്ട് ചെയ്യിപ്പിച്ചാലും ജയിലിൽ കിടക്കേണ്ടി വരുന്ന സുന്ദരേഷൻ അന്ന് അറിയില്ലായിരുന്നു. കറക്റ്റ്. ഇപ്പൊ സുന്ദരേഷൻ ഡിവോഴ്സിന് റെഡിയാണ്. കാരണം സ്വന്തമായ ജോലിയുണ്ട്. ആൻഡ് ഹി ഓൾറെഡി നോക്ക് ഹർ അപ്പ്. ഇതിൽ നിന്ന് രാധാമണിക്ക് ഒരു കാര്യം മനസ്സിലായി. പരസ്പരം മനസ്സിലാക്കുന്നതിന് മുമ്പ് മൂന്നാമതൊരാളെ അവർക്കിടയിൽ കൊണ്ടുവരുന്നത് പണിയാണ്. ഇത്രയും ചെറ്റത്തരങ്ങളെല്ലാം കാണിച്ചിട്ടും അവസാനം സുന്ദരേഷന്റെ മിഷൻ മാനിപ്പുലേഷൻ സക്സസ് ആയി. നമുക്ക് നമ്മുടെ നാടും വീടും കടയൊക്കെ മതിയെന്ന് മതി. സോ ദ മോറൽ ഓഫ് ദ സ്റ്റോറി ഈസ്, നിങ്ങൾക്ക് ഭാര്യയോട് സ്നേഹം ഉണ്ടെങ്കിൽ അവളെ മെന്റലി ബ്രേക്ക് ഡൗൺ ചെയ്യാം, പൊതുമധ്യത്തിൽ അപമാനിക്കാം, എന്ത് വില കൊടുത്തും എത്ര ഉടായ്പ കാണിച്ചിട്ടും അവളുടെ സ്വപ്നങ്ങളെ തകർക്കാം. കാരണം ഇതെല്ലാം കെയറിംഗ് ഏട്ടായുടെ സ്നേഹം കൊണ്ട് മാത്രമാണ്. അത് അവളോടുള്ള സ്നേഹം കൊണ്ട് മാത്രം. ഈ കഥയിലെ ഓൾമോസ്റ്റ് എല്ലാ ക്യാരക്ടേഴ്സും പ്രോബ്ലമാറ്റിക് ആണ്. ഈഗോയിസ്റ്റിക് ആൻഡ് റിഗ്രസീവ് ആയ ഹസ്ബൻഡ്, ടോക്സിസിറ്റി സ്നേഹമാണെന്ന് വിശ്വസിക്കുന്ന അമ്മ, ജോലി കിട്ടുമ്പോൾ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് അടിക്കുന്ന ഭാര്യ, മകളെ കാശിന് വേണ്ടി മാത്രം സ്നേഹിക്കുന്ന പാരന്റ്സ്, അറ്റൻഷൻ സീക്കിംഗ് സൈക്കോ ചേട്ടത്തി. ഈ കൊടുങ്കാറ്റിനും പേമാരിക്കും ഇടയിൽ മന്ദഭാരതിനെ പോലെ ഒരാളുണ്ട്. He doesn't need meditation. He is meditation. ഏട്ടനും അനിയനും തമ്മിലുള്ള യുദ്ധം കൊള്ളാം. പക്ഷെ യുദ്ധം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല.
കാശിന് എന്താ ആവശ്യമുണ്ടെങ്കിലും ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി. കാശില്ലാതെ ഇവിടെ കഷ്ടപ്പെടരുത്. എല്ലാം അറിഞ്ഞു. നീ ചെയ്തൊക്കെ തെറ്റാ. He carries a positive aura. ഒന്നും ഉണ്ടായിട്ടല്ല, ഉണ്ടാവാതിരിക്കട്ടെ. അവസാനം സുന്ദരേശന് തിരിച്ചറിവ് കിട്ടിയെങ്കിലും ഇപ്പോഴും തിരിച്ചറിവ് കിട്ടാത്ത ഒരുപാട് സുന്ദരേശന്മാരെ ഈ വീഡിയോസിന്റെ കമന്റ് ബോക്സിൽ കാണാം. നീ പ്രസവിച്ചതേ കൊച്ചി വയറ് കാണാൻ വന്ന അവളുടെയും പ്രസവിച്ചത് നീയും. ഇത് ഞാൻ കൊണ്ടുവന്ന പാവയാ. നീ ഇവിടെ പാവളിക്കാൻ വന്നതാ, കളിക്ക്. സ്ക്രിപ്റ്റിലുള്ള ആവറേജ് ജോക്സ് പോലും പെർഫോം ചെയ്ത് അടിപൊളിയാക്കാൻ കഴിവുള്ള ആർട്ടിസ്റ്റുകളാണ് ഇപ്പോൾ നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ ടോപ്പിക്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ ശരി, ബൈ. In the world of normal people, I'm among kids. Painted on the faces of the thing that I'm a junkie. In the way that I dress